day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO. നല്ലോളം പരിക്കേറ്റിട്ടും മിത്തിന്റെ വാശിയും സ്കോറിംഗ് എബിലിറ്റിയും കാരണം ബെയർഫുട്ടും മാജിക്കൽ ഇല്യൂഷനും തമ്മിലുള്ള സ്കോർ ഈക്വലായി. ടീം ബെയർഫുട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പുതിയ ഒരാളെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയത്. പക്ഷേ സാറ്റലൈറ്റിന് ഏറ്റ പരിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായ കാരണം റിപ്പയറിന് വേണ്ടി അവനെ ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്തി. ഒരു ഫുട്ബോളർ കുറഞ്ഞത് കാരണം ബെയർഫുട്ട് പ്രശ്നത്തിലായിരുന്നു. പെട്ടെന്ന് കാറ്റ് സ്വിഫ്റ്റ് എന്ന പേരുള്ള പുതിയ ജിജിഒ ഫുട്ബോളറിനെ ഇറക്കി. പുതിയൊരു ഫുട്ബോളർ ആയത് കാരണം ടീം ബെയർഫുട്ടിന് ഈ ഒരു പ്രശ്നം നേരിടാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് കാണേണ്ടത്. അച്ഛൻ വന്നോ? അച്ഛാ, ഇതെന്താ മിത്തും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച്? നിനക്ക് മെത്തിന്റെ കൺട്രോളർ ആവാൻ കഴിവില്ല. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ടയറിന് ഇവിടെ എന്താ ചെയ്യുന്നത്? അച്ഛാ വേണ്ട, ഈ ടൈരൻ ദുഷ്ടനാണ്, മാറി നിൽക്ക്. അച്ഛാ വേണ്ട, മിത്തനെ കൊണ്ടുപോവല്ലേ, മിത്തനെ കൊണ്ടുപോവല്ലേ പ്ലീസ്. മിത്ത്, ഇല്ല, ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല, നീ എന്റെ മാത്രമാണ്. റിപ്പയറിംഗ് വർക്കൊക്കെ എവിടം വരെ ആയി? ഞാൻ എല്ലാവരും ഫിക്സ് ചെയ്തു, പുതിയ പാർട്സ് ഒക്കെ മാറ്റിയെടുത്തു. പക്ഷേ ഷാഡോയുടെ ഇടത്തെ കണ്ണ് ഷാഡോയുടെ ഇടത്തെ കണ്ണല്ലേ, എനിക്കറിയാം. ബാക്കിയുള്ള ഫുട്ബോളേഴ്സിന്റെ കണ്ടീഷൻ എന്താണ്? ഞാൻ ചിലർക്കൊക്കെ പുതിയ കമ്പോണന്റ്സ് ഇട്ടിട്ടുണ്ട്. എന്ത് പുതിയ കമ്പോണന്റ്സ്? നമ്മളുടെ ഈ കഴിഞ്ഞ മാച്ചിന് ശേഷം ഞാൻ എല്ലാവർക്കും പുതിയ ക്രാഷ് ഇൻ പാഡ്സ് ഇട്ടിട്ടുണ്ട്. അത് അവർക്ക് നല്ല പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഒരു 15 മുതൽ 20 വരെ കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ദാറ്റ്സ് ഗ്രേറ്റ്. അത് വളരെ ശരിയാണ്. മാത്രമല്ല, ഓരോ ഷിൻ പാഡും ഓരോ പ്ലെയറെ അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാറ്റലൈറ്റും സ്വിഫ്റ്റും വേഗത്തിലാണ് കളിക്കുന്നത്. അവർക്ക് നേരിയതും ചെറുതുമാണ്. അതുകൊണ്ട് സ്പീഡും ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാവും. ന്യൂക്ലിയസിനും മിത്തിനും റെഗുലർ പാഡ്സ് ആണ്, പക്ഷേ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ടൈറ്റൻ ഒരു ഡിഫൻസ് ഫുട്ബോളർ ആണല്ലോ, അതുകൊണ്ട് അവന് കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അവന്റെ ഷിൻ പാഡ് വളരെ വലുതാണ്. പിന്നെ ഷാഡോയുടെ ഗ്ലൗസ് ലേറ്റസ്റ്റ് നോൺ സ്ലിപ്പ് ഫൈബറിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രിപ്പ് കൂടുതൽ ഉണ്ടാവും. വേറെ ചില മാറ്റങ്ങൾ നീ കാണുന്നുണ്ടോ? പുതിയ ബൂട്ട്സ് അല്ലേ ധരിച്ചിരിക്കുന്നത്? നീ കണ്ടുപിടിച്ചല്ലോ. ഈ ബൂട്ട്സ് ജിജിഒ ഫുട്ബോളിന്റെ പുതിയ പ്രോഡക്ട്സ് ആണ്. ഇതുകൊണ്ട് അവർക്ക് വേഗത്തിൽ ഓടാം, കറക്റ്റായി ഷൂട്ട് ചെയ്യാം. നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇയാൾ ഇവിടെ കിടന്ന് ഉറങ്ങുവാണല്ലോ. അയ്യോ, എന്തൊരു ഉറക്കമാണെന്ന് നോക്കിക്കേ. സ്വിഫ്റ്റ്, ഒന്ന് എണീറ്റ്, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാ.
നീ ഇത് എങ്ങനത്തെ കളിക്കാരനെ കൊണ്ടുവന്നേ? മടി പിടിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? മടി പിടിച്ച ജീജോ ഫുട്ബോളറെ കണ്ടിട്ടില്ല ഞാൻ. അതാരാണ് മടി പിടിച്ച ജീജോ ഫുട്ബോളർ? ഇവിടെ ആരെങ്കിലും മടി പിടിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിലേ അത് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വിഫ്റ്റ് എവിടെ ഉറങ്ങാ? ചിലപ്പോ അവൻ പവർ മോഡിൽ വല്ലതും ആയിരിക്കും. ഇല്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. ഞാൻ അവർക്കൊക്കെ ഇപ്പോഴല്ലേ ഫുൾ ചാർജ് കൊടുത്തത്. ഇതെങ്ങനെ പെട്ടെന്ന് ചാർജ് തീർന്ന്? പറയൂ, ആരാ ഇത്? ഇത് സ്വിഫ്റ്റ് അല്ലല്ലോ അല്ലേ? അല്ല, അതല്ലെന്നേ. എനിക്കിപ്പോഴാ ഓർമ്മ വന്ന. ആന്റ് പെട്ടി ഇന്ന് പുതിയ കേക്ക് ഉണ്ടാക്ക. ഞാനെങ്ങാ വീട്ടിൽ ചെന്നാ എന്നോടായിരിക്കും അത് തിന്നാൻ പറയാ. അതിനും സ്വിഫ്റ്റുമായിട്ട് എന്താ ബന്ധം? ഞാൻ സ്വിഫ്റ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞത് അങ്ങോട്ട് ചെയ്യേ. പെട്ടെന്ന് സ്വിഫ്റ്റിനെ ശരിയാക്കാൻ നോക്ക്. ആ ശരി. എന്താ പ്രശ്നം ഐസക്? നിങ്ങളൊന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നോ? നിങ്ങൾ എന്തിനാ ചിരിക്കുന്ന? ആദ്യം അത് പറ. നീ എന്തിനാ ചിരിക്കുന്നേ? എനിക്കറിയില്ല, എല്ലാരും ചിരിച്ചപ്പോ ഞാനും ചിരിച്ചു. നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ എല്ലാരും എന്തിനാ ചിരിക്കുന്നേ? സ്വിഫ്റ്റും മിത്തും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? അവനൊരു കോർ ചിപ്പ് ഉണ്ട്, മറ്റവനില്ല. അതായത് സ്വിഫ്റ്റിന്റെ കോർ മെമ്മറി കഴിഞ്ഞ ജനറേഷനിൽ നിന്നും ഉള്ളതാണ്. അപ്പൊ ഇത് പഴയ മോഡലാ? ക്യാറ്റിന് ആരാണ്ടും പറ്റിച്ചു. ഒരു ജനറേഷൻ പഴയതായ ജീജോ ഫുട്ബോളറെ ഇവിടെ നോക്ക്, പഴയ മോഡലിൽ കോർ മെമ്മറി വളരെ കുറവാണ്. അതുകൊണ്ട് ചാർജ് നിൽക്കില്ല. ഇത് കൊടുത്തിട്ട് പുതിയത് മേടിക്കേ. ഇല്ല, ഞാൻ അവനെ ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല. ഫീൽഡിൽ ഏറ്റവും ഭംഗിയുള്ളത് അവനാ. എന്ത് വന്നാലും ശരി, ഞാൻ അവനെ കൊടുക്കില്ല. നിനക്ക് ഫുട്ബോളിനെ പറ്റി ഒരു ചുക്ക് പറഞ്ഞൂടാ. അതുകൊണ്ട് നീ ഇവനെ കൊണ്ട് തിരിച്ചു കൊടുത്ത് ഒരു പുതിയ ഫുട്ബോളറെ മേടിച്ചു കൊണ്ടുപോവാ. ഞാൻ കൊടുക്കില്ല. നീയൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ അവനെ കൊടുക്കില്ല. സ്വിഫ്റ്റിന് അതിന്റെ ഒന്നും ആവശ്യം വരില്ലെന്നേ. ഒരു അരമണിക്കൂർ കളിച്ചു കഴിഞ്ഞാൽ തന്നെ അവന്റെ പവർ എല്ലാം അടിച്ചു പോകും. ഞാൻ അവനെ ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല. ഞാൻ തെരഞ്ഞെടുത്ത പ്ലെയറാ, അതുകൊണ്ട് ഞാൻ തന്നെ വെച്ചോളാം. ഓ, അങ്ങനെയാണോ? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മര്യാദയ്ക്ക് എല്ലാരും ചിരി നിർത്തിക്കോളാം. എന്റെ തനി സ്വഭാവം ഞാൻ ഇപ്പൊ തന്നെ പുറത്തെടുക്കും. ചിരിക്കല്ലെന്നല്ലേ നിങ്ങളോടൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായില്ലേ ഷോൺ? അതൊന്നും സാരമില്ലെന്നേ. സ്വിഫ്റ്റിന് എത്ര പവർ ബാക്കി ഉണ്ടാവുമോ അത്രയും പവർ വെച്ച് തന്നെ നമ്മൾ അവനെ കളിപ്പിക്കും. നീ എന്തായാലും വിഷമിക്കണ്ട കേട്ടോ. അത് ശരിയാ സ്വിഫ്റ്റ്, നമുക്ക് നന്നായി പരിശ്രമിക്കണം കേട്ടോ. ഈ മണ്ടന്മാര് പറയുന്നതൊന്നും നീ കാര്യാക്കണ്ട. അവസാന തെറ്റില് ഇവരാണ് നമുക്കെതിരെ കളിക്കാൻ പോകുന്നത്. ടീം സ്കൈ വീൽസ്. അവര് നമ്മളെ പോലെ തന്നെയാണ് ഒരു കാര്യത്തിൽ മാത്രം. എനിക്കറിയാം, അവരും ജിജോ ഫുട്ബോൾ പ്ലേയേഴ്സാ. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ തലയിലെ തലച്ചോറിന് പകരം എന്താണെന്ന് എനിക്കറിയില്ല. അത് ശരിയാ, നിന്റെ തലയിൽ തലച്ചോറിന് പകരം കളിമണ്ണ ഉള്ളത്. ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു, അവർ രണ്ടുപേരും ചില കാര്യങ്ങൾ ഒരുപോലെയാ. അല്ല, ഒറ്റ കാര്യത്തിലാണ് ഒരുപോലെ. ബാർഫൂട്ടും സ്കൈ ബിൽസും എല്ലാ കളിയും വളരെ വീക്കായാണ് കളിച്ചത്. നീ പറഞ്ഞത് ശരിയാണ് ഐസക്. ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ടീം ഇവരാണ്. പക്ഷെ എന്നിട്ട് പോലും അവരെല്ലാ മാച്ചസും ജയിച്ചിട്ടുമുണ്ട്. അതിനർത്ഥം അവരുടെ ഒഫൻസ് വളരെ സ്ട്രോങ് ആണ് എന്നാണ്. എത്ര ഗോളിന് പിന്നാലെയാണെങ്കിലും അവർക്ക് ജയിക്കാൻ കഴിയും. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ ബേസ് ലൈൻ ക്രോസ് ചെയ്യാൻ അവര് വലിയ മിടുക്കരാ. അത് നീ ശ്രദ്ധിച്ചായിരുന്നോ ഷോൺ? യെസ്, ഞാനത് നോട്ടീസ് ചെയ്തു. ഏതൊരു ഗോൾ കീപ്പറിനും മുമ്പിൽ വന്ന് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവനെ വെട്ടിച്ച് അകത്ത് കടന്നു കളഞ്ഞ് നന്നായിട്ട് ഗോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ 3 ഒഫൻഡേഴ്സും ഒരു ട്രയാങ്കിൾ ഫോർമേഷനിലാണ് നിൽക്കുന്നത്. മുമ്പോട്ട് പോകുന്നതും അതേ ഫോർമേഷനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് സൈഡിൽ നിന്നും അവർക്ക് ഗോൾ അടിക്കാൻ കഴിയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി. നിന്റെ തലയിൽ എന്താണാവോ ഉദിച്ചേ? ഞാൻ മുൻപ് പറഞ്ഞില്ല, അവർ രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ച ഉണ്ടെന്ന്. അതെന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ടൊന്ന് നോക്കിയേ. ഓ, ഇവർക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന ബിസിനസ് ഉണ്ടോ? വെറുതെ അല്ല സ്കൈ വീൽസ് പേരിട്ടത്. ഇതൊരു ലെജൻഡറി ഫുഡ് ചെയിൻ ആണല്ലോ. ശരിയാ, നിന്നെ പോലെ ഒരു പണക്കാര ചെക്കൻ ഇങ്ങനെയൊന്നും വന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടാവൂല അല്ലേ?
ഇത് നിങ്ങൾ എങ്ങനെ കഴിക്കുന്നു? നല്ല ടേസ്റ്റ് അല്ലേ ഇത്? അപ്പോ ഇതെന്താണാവോ? ഇത് കുടൽ റോസ്റ്റ് ചെയ്തതാ. ഇത് കണ്ടിട്ട് പന്നി ഇറച്ചി പോലെ ഉണ്ടല്ലോ. ഇത് ഞാൻ ശരിക്കും കഴിക്കാറില്ല കേട്ടോ. അത് നീ പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷെ ഇതൊന്ന് കഴിച്ചു നോക്ക്. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, കഴിക്കാൻ തുടങ്ങ്. ഇതിന്റെ രുചി കൊണ്ട് നീ കുറെ ചോദിക്കാൻ തുടങ്ങും. നീ ഒന്ന് ട്രൈ ചെയ്തേ, ഞാൻ പറഞ്ഞത് ശരിയാവും. ഇത് കുറച്ച് ചിക്കൻ പോലെയും ഉണ്ട്, എന്നാ കുറച്ച് മട്ടൻ പോലെയും ഉണ്ട്. ചുമ്മാതല്ല ഇത് എല്ലാവരും കഴിക്കുന്നത്. എനിക്കിത് ശരിക്കും ഇഷ്ടമായി കേട്ടോ. നീ വെറുതെ ഷോന്റെ അടുത്ത് കളിക്കണ്ട. അപ്പോ നിങ്ങൾ കഴിച്ച നൂഡിൽസ് എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ പേര് കാർമൺ എന്നാണോ? അത് നിനക്കെങ്ങനെ അറിയാം? നിങ്ങളല്ലേ സ്കൈ വീൽസിന്റെ കൺട്രോളേഴ്സ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞങ്ങളാണ് ബാർഫുട്ടിന്റെ കൺട്രോളേഴ്സ്. അപ്പൊ നിങ്ങളാണോ ബാർഫുട്ടിന്റെ കൺട്രോളേഴ്സ്? നമസ്കാരം. ലോകത്തിൽ വെച്ച നല്ല നൂഡിൽസ് നിങ്ങളതാ. നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. സത്യമായിട്ടും ഒരുപാട് സന്തോഷം. ഇതാണ് എന്റെ അനിയൻ നിക്കോളസ്. അവൻ ജിജിയോ ഫുട്ബോൾ വളരെ നന്നായി കളിക്കും. നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. ഹലോ, ഞാനാണ് ടീം ബെയർഫുട്ടിലെ ടിമ്മി. എന്നോട് ക്ഷമിക്കണേ, ഞങ്ങളുടെ അച്ഛൻ ഒരു കാർ ആക്സിഡന്റ് മരിച്ചതിന് ശേഷം അവൻ ആരോടും സംസാരിക്കാറില്ല. ഓ അത് ശരി, അങ്ങനെയാണോ? ഞാൻ കാരണം നിങ്ങൾ വീണ്ടും അതൊക്കെ ഓർത്തു അല്ലേ? അത് സാരമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് തന്നത് ഈ ഒരു നൂഡിൽ കാട്ട് മാത്രമാണ്. ഇനി അധികകാലം ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? കുറച്ചു നാളായി ബിസിനസ് വളരെ മോശമാണ്. ഇനി ഇത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ജിജിയോ ഫുട്ബോളിൽ പങ്കെടുക്കാന്ന് വിചാരിച്ചത്. ഇതെല്ലാം അവസാനം കിട്ടുന്ന കാശിന് വേണ്ടിട്ടാ. അങ്ങനെയെങ്കിലും ഈ നൂഡിൽ കാട്ട് നടത്താമല്ലോ. ഓ അങ്ങനെയാണോ കാര്യങ്ങള്? അപ്പൊ ഈ മാച്ച് തീർച്ചയായിട്ടും ജയിക്കണം. അതിനെപ്പറ്റി ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുടിക്കാൻ ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ? നല്ലോണം ഒന്ന് കൈകൊട്ടിക്കേ. നിക്കോളസിന്റെ കാര്യം വളരെ കഷ്ടം തന്നെ. ചെറിയ വയസ്സിലല്ലേ അവന്റെ അച്ഛനമ്മയും അവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവൻ ഒറ്റപ്പെട്ടു. ഹേയ് ഷോൺ, നീ എപ്പോഴാ നിന്റെ അച്ഛനെ അവസാനമായി കണ്ടത്? ഓൾമോസ്റ്റ് 2 വർഷമായി. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നിന്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായും. നിന്റെ അച്ഛനോ? എന്റെ കുട്ടിക്കാലത്ത് ജിജിയോ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് അച്ഛൻ എന്റെ കൂടെ കുറെ സമയം ചെലവഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. പുള്ളിക്കാരൻ ഒരു വേൾഡ് ഫേമസ് സയന്റിസ്റ്റ് അല്ലേ, അതുകൊണ്ട് പുള്ളിക്കാരന് സമയമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എനിക്കൊരു സാധാരണ അച്ഛനെ ഏറെ ഇഷ്ടം. അപ്പൊ എപ്പോഴും എന്റെ കൂടെ തന്നെ കാണുമല്ലോ. നീ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ടോ? നീ ജിജിയോ ഫുട്ബോൾ വേൾഡ് ടൂർണമെന്റ് ജയിച്ചാൽ അദ്ദേഹം തീർച്ചയായും നിന്നെ കാണാൻ വരില്ലേ? നമ്മൾ തീർച്ചയായിട്ടും ജയിക്കണം. ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ അടുത്ത മാച്ച് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതും കഠിനമായതുമായിരിക്കും. നിന്റെ അടുത്ത സ്ട്രാറ്റജി എന്താണ്? സ്കൈ വീൽസ് എന്ന ടീം ഇതുവരെ നമ്മൾ കളിച്ച ടീമിൽ നിന്നും വളരെ വ്യത്യസ്തമായതാണ്. നീ കണ്ടില്ലേ, അവിടെ ഇരുന്ന് നിക്കോളസ് മിത്തിന്റെ ഷോർട്സിന്റെ വീഡിയോസ് ആണ് കണ്ടോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മിത്തിനെ അവന് നന്നായി ടാക്കിൾ ചെയ്യാൻ പറ്റും. എന്നാൽ അവൻ ചെയ്യട്ടെ, അതിലെന്താണ് വലിയ പ്രശ്നം? അവനെ കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയിരുന്നു. അവൻ ബാക്കിയുള്ള കളിക്കാരെ പോലെ അല്ലെന്നേ. അവൻ ഭയങ്കര ആംബിഷ്യസ് ആണ്. തീർച്ചയായും അവന്റെ മേൽ നമ്മളുടെ ഒരു കണ്ണുണ്ടാവണം. അതിന് ഞാനും മറ്റവരെ പോലെ അല്ലല്ലോ. നമ്മൾ ഒന്നിച്ചല്ലേ കളിക്കുന്നത്. നീ ഒരുപാട് അങ്ങ് ആലോചിക്കല്ലേ. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അതാണ് വേണ്ടത്. കഴിഞ്ഞ മാച്ചില് മിത്തിന് നല്ല പരിക്കുണ്ടായിരുന്നു. അതെന്തായാലും നല്ലതായി. ഇവനെ നല്ലോണം റിപ്പയർ ചെയ്തതിനു ശേഷം അവന്റെ പവർ പിന്നെ അക്യുറസിയിൽ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി. പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഇവനിപ്പോ സ്പെഷ്യൽ റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക് ചെയ്യാൻ മിടുക്കനായി. റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്കോ? Roaring Flame Strike!
മിത്തിനെ പോലെ ഒരു പ്ലെയറെ കാണാൻ പറ്റില്ല. മറ്റുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിലേക്കാളും ഇവന്റെ ആക്ഷൻസ് അടിപൊളിയാണ്. ഇവൻ എടുക്കുന്ന സിഗ്നേച്ചർ മൂവ്സ് ഒന്നും കൂടി പവർഫുൾ ആകും. നിങ്ങൾ വേണമെങ്കിൽ കളിയിൽ കണ്ടോ? അത് വളരെ നല്ലതല്ലേ. സാറ്റലൈറ്റ്, നമുക്ക് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്താലോ? അതെ, അത് ശരിയാ. ടൈറ്റനും മിത്തും പ്രാക്ടീസ് ചെയ്ത് നന്നായേനെ. ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മൾ തന്നെ ജയിക്കും. അത് ശരിയല്ല, അവര് പാവം. നീ എന്താ പറഞ്ഞേ? അപ്പൊ നമ്മള് തോക്കണമെന്നാണ് പറയുന്നത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒന്ന് സംസാരം നിർത്ത്. കഠിനമായി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. നമ്മളുടെ ടാർഗറ്റ് നാഷണൽസ് അല്ല, വേൾഡ് ആണ്. വേൾഡ്. അതെ, നമുക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജയിക്കണം. വേൾഡ് ചാമ്പ്യനോ? അറിയില്ല. അതെ ടിമി, നീ എന്താ ഒളിച്ചും പതി അങ്ങോട്ട് പോണത്? ഫിഷ് മോഷ്ടിക്കാനാണോ? അല്ല സർ, അല്ല. എനിക്കൊരു കാര്യം ഇറങ്ങിയ കൊള്ളായിരുന്നു. അങ്കിൾ പോൾ, പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോ നീ പറയുന്നത് അവരവരുടെ നൂഡിൽ കാർഡ് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ജിജിഒ ഫുട്ബോൾ ചേരുന്നത് എന്നല്ലേ? അത് ശരിയാ. അവർ അത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ കാര്യം എന്റെ അടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് നീ എന്തായാലും ആലോചിച്ച് കാണുമല്ലോ. അതെന്താണെന്ന് വെച്ചാ എന്നോട് തുറന്നു പറ, പഠിക്കണ്ട. അതിനെ കുറിച്ച് ഞാൻ ശരിക്കും ആലോചിച്ചിട്ടില്ല. പക്ഷെ അങ്കിൾ, ഇപ്രാവശ്യം ഞങ്ങൾ ഗെയിം ജയിച്ച അവരുടെ കാര്യം കഷ്ടത്തിലാവും. അങ്ങനെ സംഭവിച്ച ഞാൻ കാരണം അവരുടെ നൂഡിൽസ് കാർട്ട് ഇല്ലാതെ ആവും. അത് പിന്നീട് എനിക്കൊരു കുറ്റബോധം ആവും. അപ്പൊ തോൽക്കണം എന്നാണോ പറയണത്? എനിക്കറിയില്ല. മനസ്സ് ശുദ്ധമായാലേ ജീവിക്കാൻ പറ്റൂ. കോമ്പറ്റീഷൻ ആയാലും ശരി, ഇങ്ങനെയാണ് വേണ്ടത്. അവരെ സഹായിക്കുന്നത് നല്ല കാര്യം തന്നെ. മാച്ചിൽ തോൽക്കരുത്. തോൽക്കാൻ വിചാരിച്ചത് തെറ്റാണോ? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടീമും ജയിക്കാൻ ശ്രമിക്കുന്നതാണ്. ജയവും തോൽവിയൊക്കെ പൊതുവെ പതിവുള്ളതാണ്. വേണമെന്ന് വെച്ച് തോൽക്കുന്നത് അപമാനമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. അത്രയ്ക്ക് അഹങ്കാരം പാടില്ല ടിമ്മി. ഇനിയിപ്പോ നിങ്ങൾ ഈ മാച്ചിലെങ്ങാനും ജയിച്ചില്ലെങ്കിലോ? നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്. കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാരണം കാണും. എന്ന് വെച്ച് നീ എല്ലാ മാച്ചിലും എല്ലാവർക്കും വേണ്ടി തോൽക്കുമെന്നാണോ? ഒരാളെ സഹായിക്കുന്നത് ചീത്ത കാര്യമല്ല. എന്ന് വെച്ച് തോൽക്കുന്നതും ശരിയല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? നോക്കിയേ, അവരെത്തി. ഹായ്. എന്തു പറ്റി? നിങ്ങൾക്ക് സുഖമില്ലേ? ചെറിയൊരു പനി മാത്രം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ ഓർഗനൈസറോട് പറഞ്ഞ് നമുക്ക് മാച്ച് മാറ്റി വെക്കാം. അതെന്തിനാ? എന്റെ ചേച്ചിക്ക് കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട. കമോൺ, നമുക്ക് പോവാം. ഐ ആം സോറി, മാച്ചിന് മുമ്പ് അവന് ഈ കുഴപ്പമുള്ളതാ. നിങ്ങൾ അത് കണക്കിലെടുക്കണ്ട കേട്ടോ. സ്വിഫ്റ്റിനെ റിസർവിൽ വെച്ചേക്കുവാണോ? അവരെന്താ കാണാത്ത? അവനെ കുറിച്ച് നിനക്കെന്താ അറിയാ? ബെയർഫുട്ടിന്റെ ഫൈനൽ എത്തിച്ചത് ആരാ? ഐസക്കും പിന്നെ അവന്റെ ടീമും. നിനക്കറിയില്ലേ, ഞാൻ ആ ടീമിലുള്ളവളാ. അതുകൊണ്ട് ഞാൻ ഈ മാച്ചിന് വന്നല്ലേ പറ്റൂ. സ്വിഫ്റ്റ് കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി പറ്റാവുന്ന രീതിയിൽ സഹായിക്കും. ബെയർഫുട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. സെമി ഫൈനൽസിലേക്ക് പോകും. ഇതാണ് ജിജിഒ ഫുട്ബോൾ അവസാന 8-ലെ എലിമിനേഷൻ റൗണ്ട്. ഏതാണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇവിടെ മാച്ച് തുടങ്ങാൻ പോവുകയാണ്. അച്ഛാ, ഞാൻ ഈ കളി തോൽക്കില്ല.
ഒരു കൺട്രോളറിനെ കൂടെ കാണാനില്ല. ഇതിപ്പോ മൊത്തം 5 കൺട്രോളറിനെയാണ് കാണാതായിരിക്കുന്നത്. മാത്രമല്ല GGO ഫുട്ബോളേഴ്സിനെയും കാണാതാവുന്നുണ്ട്. ഇതിപ്പോ വല്ലാത്ത മനപ്രയാസം തന്നെ. എനിക്ക് തോന്നുന്നത് ഈ 2 കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നാ. മിസ്റ്റർ പോൾ, നിങ്ങൾ സംശയിച്ചത് ശരിയാണെന്ന് തോന്നുന്നു. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഈ കൺട്രോളേഴ്സിനെ കുറിച്ച് എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല. എന്ത് വിവരം കിട്ടിയാലും ഉടനെ എന്നെ അറിയിക്കണം. കണ്ടിട്ട് മിത്ത് നല്ല ഫോമിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ മാച്ചിനേറ്റ പരിക്ക് ഈ മാച്ചിൽ ഒരു പ്രശ്നമാവില്ലെന്ന് തോന്നുന്നു. കോമ്പറ്റീഷനിൽ മിത്ത് ഐസക്കിന്റെ കൂടെയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയായി സംഭവിക്കുന്നത്?